ഹിന്ദി ഒട്ടും അറിയാത്തവർക്കായുള്ള ഈ ഒരു സീരീസിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് റെസ്റ്റോറൻ്റാണ്. ഹോട്ടൽ പേ. എങ്ങനെയാണ് നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ ചെന്നുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ആദ്യമായി ഖാന എന്നാണ്. മുझे खाना चाहिए. आपके पास क्या खाने के लिए क्या हुआ है? क्या हुआ എന്താണുള്ളത് എന്നാണ്. ഓക്കെ, ക്യാ 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 ഹുവാ ഹെ. അപ്പോൾ അത് ഖാന, ഖാന പീന, ഖാന കഴിക്കുക, അതൊക്കെ അറിയാവുന്ന വേർഡാണ്. അതൊരു സെൻറ്റൻസിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഖാന പീന, പീന കുടിക്കുക. ഓക്കെ, പീനെ കെ ലിയെ കോൺ സെ ജ്യൂസ് ഹെ ആപ്കാ പാസ്? പീനെ കെ ലിയെ കോൺ സെ ജ്യൂസ് ഹെ? ഇവിടെ കുടിക്കാൻ എന്ത് ജ്യൂസാണുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഓരോന്ന് പറഞ്ഞു. മെനു കാർഡ് ദീജിയെ ജനാബ്. മെനു കാർഡ്. മെനു കാർഡൊക്കെ ഇംഗ്ലീഷ് വേർഡാണ്. ദീജിയെ എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ദേദോ എന്നാണ് തരൂ എന്നതിന്. പക്ഷേ അത് ഒരു നമുക്ക് എപ്പോഴും ആദരവോടുകൂടെ പറഞ്ഞ ശീലം വേണം. അതാണ് ഹിന്ദിക്കാരുടെ ശൈലി, ദീജിയെ. ഓക്കെ ഓക്കെ അപ്പോൾ അതങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫുഡ് വന്നു. ഉദാഹരണം പറഞ്ഞാൽ ഖാന, ഉദാഹരണം ചാവൽ. ചാവൽ എന്ന് പറഞ്ഞാൽ ചോറ്. ചോറ് എന്ന് ചോദിക്കരുതല്ലോ, ചോറ് തന്നെ കള്ളെണ്ണ, അത് പറയരുത്. ചോറ് ഹേ ആപ്കാ പാസ് ചോദിച്ചാൽ ആകെ പെട്ടുപോകും. ചോറ് നീ ആം ലോഗ് ചോറിന് അച്ഛാ ലോകേ, ഇത് മനുഷ്യന്മാരാണ്, ചോറല്ല എന്ന് പറയും. അപ്പോൾ ചോറല്ല, ചാവൽ. ചാവൽ ഹേ ആപ്കാ പാസ്? ചാവൽ ഹേ. ഓ ചാവൽ സഫേദ് വാല ചാവൽ चाहिए मुझे, और साथ साथ मुझे चिकन सालना भी चाहिए. ചിക്കൻ സാലൻ, സാൽന നമ്മൾ പറയുമല്ലോ, അത് നമ്മൾ സാധാരണ ഇവർ പറയുന്ന വേർഡ് തന്നെയാണ്. എന്നാൽ അപ്പോൾ അതങ്ങനെ കറി എന്നും പറയും. കറി നമ്മൾ മലയാളം പറയുന്ന കറി എന്ന് ഇവർ ഉപയോഗിക്കാറുണ്ട്. അത് പ്യൂർ ഹിന്ദി വേണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഹിന്ദിക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ അവർ പറയുന്ന കറി. അച്ഛാ ചിക്കൻ കറി, ചിക്കൻ സാലൻ ബിഗ് ചയ്യേ. അതിൻ്റെ അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാകും. ഇസ്മേ മിർച്ചി ജ്യാദാ ഹേ, നമുക്ക് തിന്നാൻ കഴിയുന്നില്ല, ഭയങ്കര എരിവാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭായിയെ ബഹുത് മിർച്ചി ഹേ. മിർച്ചി മിർച്ചി തോ ബഹുത് ഹേ, തോടാ മിർച്ചി മുझे ന പസന്ത് ഹേ, ഇത്തിന മിർച്ചി മുझे ന പസന്ത്. ഇത്രയൊന്നും മിർച്ചി എനിക്ക്, മിർച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ മുളക് എനിക്ക് അത്ര പറ്റൂല, എരിവ് പറ്റൂല എന്നർത്ഥം. അതേപോലെ ഉപ്പ്, ഉപ്പിനെന്താ പറയുക? നിമക്. थोड़ा नमक कम कर, नमक ज़्यादा डालो, नमक कम है. नमक नमक ना ഉപ്പ്, നമക്ക് കം ബി ഹോഗ ജ്യാദാ ബി ഹോഗ. ചിലപ്പോൾ ഉപ്പ് കുറയും ചെയ്യും കൂടും ചെയ്യും, പറയണ്ടേ, പിന്നെ അത് പറയാതെ തിന്നാൻ പറ്റൂലല്ലോ. അതുപോലെ ചീനി, ये चाया चाहिए मुझे बिना चीनी. बिना चीनी विदाउट 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 बिना चीनी वाला. चीनी कम करो, मुझे एक चाय चाहिए जनाब, स्ट्रॉन्ग वाला चाय चाहिए, लेकिन चीनी कम कर लीजिए. ചീനി കം കർണ. ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയും ധാരാളം വാക്കുകളുണ്ട്. ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് നൂറുകണക്കിന് വേർഡ് ഉണ്ടാകും. അവസാനമായി ബിൽ ദീജിയെ ആപ്കെ ആപ്ക ഖാന ബഹുത് സ്വാദിഷ്ട ഹേ. നമ്മൾ മലയാളത്തിൽ സ്വാദിഷ്ടമായ ഭക്ഷണം എന്നറിയില്ല, സ്വാദിഷ്ട ഹേ എന്ന് പറയുമ്പോൾ നല്ല സ്വാദിഷ്ടമാണ്, നല്ല ഭക്ഷണം. ഹിന്ദി വേർഡാണിത്. बहुत धन्यवाद. इस तरह हिंदी भाषा आप सही तरह सीख लीजिए, हमारा साथ जुड़ लीजिए. बहुत धन्यवाद, शुक्रिया.